ആത്മാവിൻ വെളിപ്പെടുത്തലുകൾ, പരിശുദ്ധാത്മാവിൻ വെളിപ്പെടുത്തലുകൾ. രോഗികൾ ദുഃഖിതർ ബന്ധിതർക്കും ആത്മാവിൻ വെളിപ്പെടുത്തലുകൾ. ആത്മാവിൻ വെളിപ്പെടുത്തലുകൾ, ആത്മാവിൻ വെളിപ്പെടുത്തലുകൾ. യേശുവിൻ ആത്മാവിൻ വെളിപ്പെടുത്തലുകൾ, പരിശുദ്ധാത്മാവിൻ വെളിപ്പെടുത്തലുകൾ. ആത്മാവിൻ്റെ വെളിപ്പെടുത്തലുകളിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് വീണ്ടും ഹൃദയപൂർവ്വം സ്വാഗതം. പതിവുള്ളതുപോലെ നായ്ക്കമ്പറമ്പലച്ചൻ്റെ പ്രാർത്ഥനയോട് ചേർന്ന് നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കാം. കർത്താവ് യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ഈ സമീപകാലത്ത് നായ്ക്കമ്പറമ്പലച്ചൻ നടത്തിയ വിദേശ യാത്രകളും വിദേശ രാജ്യങ്ങളിൽ നടത്തിയ സുവിശേഷ പ്രഘോഷണവുമാണ് ചർച്ചാ വിഷയമാക്കിയിട്ടുള്ളത്. അതിൻ്റെ തുടർച്ച എന്നവണ്ണം കഴിഞ്ഞ യാത്രകളിൽ ആദ്യമായി സുവിശേഷ പ്രഘോഷണം നടത്തിയത് അച്ഛൻ ആദ്യമായി ചെല്ലുന്ന കൊറിയയിലാണ്. അതിനെക്കുറിച്ചുള്ള വിശദാംശം നമ്മൾ കേട്ടുകഴിഞ്ഞു. കൊറിയൻ യാത്രയ്ക്ക് ശേഷം അദ്ദേഹം യാത്ര തുടർന്നത് UK യിലേക്കാണ്. UK അച്ഛന് കൊറിയ പോലെയല്ല, ചിരപരിചിതമായ ഒരു സ്ഥലമാണ്. പല സന്ദർഭങ്ങളിൽ സുവിശേഷ പ്രഘോഷണം നടത്തിയിട്ടുള്ളതാണ്. അനേകം ആളുകൾ അവിടെ സംഘാടകരായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും സുതാര്യമായ നമ്മുടെ തന്നെ തട്ടകമെന്ന് പറയാവുന്നൊരു സ്ഥലമാണ്. മാത്രമല്ല അച്ഛൻ്റെയൊക്കെ ഒപ്പം സന്തത സഹചാരിയായിരുന്ന വിഖ്യാത സുവിശേഷ പ്രഘോഷണം കൂടിയായ ജോർജ് പനക്കൽ അച്ഛൻ അവിടെ ഉള്ള സന്ദർഭമാണ്. അവിടെയുള്ള സുവിശേഷ പ്രഘോഷണത്തെ ഒന്ന് പറഞ്ഞു തുടങ്ങാം. ഓരോ രാജ്യത്തിലേക്ക് നമ്മൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുന്നത്, ഒന്ന് അനേകം പേര് ദാഹിച്ച് പ്രാർത്ഥിച്ച് അവരുടെ നേതൃത്വം വഹിക്കുന്ന ശുശ്രൂഷകർ നമ്മളെ അങ്ങോട്ട് വിളിക്കുമ്പോഴാണ്. അനേക സ്ഥലങ്ങളിൽ നിന്ന് ചിലപ്പോൾ ഒരേ സമയത്ത് വിളി കിട്ടാറുണ്ട്. അപ്പോൾ എങ്ങോട്ട് പോകും, എങ്ങോട്ട് എപ്പോൾ ആദ്യം പോകും എന്നൊക്കെ തീരുമാനിക്കുന്നത് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഒരു ഗൈഡൻസിലൂടെയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് അയക്കുന്ന സ്ഥലത്തേക്ക് പോവുക, ദൈവം ഒരുക്കിയ സ്ഥലത്തേക്ക് പോവുക, ഇതാണ് ഒരു മാനദണ്ഡമായിട്ട് വച്ചിരിക്കുന്നത്. ഏത് രാജ്യത്തേക്ക് പോകുമ്പോഴും ആ രാജ്യത്ത് ഒരു സുവിശേഷം കേൾക്കാൻ ദൈവം ഒരു ജനത്തെ ഒരുക്കി നിർത്തുന്നുണ്ട്. ചിലപ്പോൾ ആത്മീയ ദാഹം, ആത്മീയ അന്വേഷണം, ചിലപ്പോൾ പലതരത്തിലുള്ള തകർച്ചകളിലൂടെ കടന്നു പോകുന്ന ജനം, സാമ്പത്തിക തകർച്ച, തൊഴിലില്ലായ്മ, കടബാധ്യത, രോഗപീഠ, കുടുംബ തകർച്ച, ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങളുടെ ഭാരം, അങ്ങനെ അവർ എങ്ങനെയെങ്കിലും അവരുടെ ദുരിതാവസ്ഥയിൽ നിന്ന് മോചനം കിട്ടാൻ എന്താ ചെയ്യേണ്ടത് എന്ന് അന്വേഷിച്ചും വചനം കേൾക്കാൻ താല്പര്യവും പുലർത്തിയും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. സ്നാപക യോഹന്നാൻ യേശുവിന് വേണ്ടി വഴിയൊരുക്കിയ പോലെ കുറേ തിരഞ്ഞെടുക്കപ്പെട്ടവർ അവിടെയും ഇവിടെയുമെല്ലാം മധ്യസ്ഥം വഹിച്ച് ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് രണ്ടു കൂട്ടരെയും ഒരുക്കുന്നു. നമ്മളെ താങ്ങി നിർത്തുന്നു, മറ്റുള്ളവരെ ഒരുക്കുന്നു. ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിലാണ് നമ്മൾ ഒരു വിദേശ രാജ്യത്തിലേക്ക് പോകുന്നത്. UK 3 രാജ്യങ്ങൾ ചേർന്നിട്ടുള്ളതാണ്. ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ്, ഈ 3 രാജ്യങ്ങൾ ചേർന്നുള്ളതാണ് യുണൈറ്റഡ് കിങ്ഡം. ഇവിടെയൊക്കെ ദൈവവചനം പ്രസംഗിക്കുവാൻ കഴിഞ്ഞ അനേക വർഷങ്ങളായി നമ്മൾ പോയിട്ടുണ്ട്. നമ്മളോടൊപ്പം സഹപ്രവർത്തകരായ മറ്റച്ഛന്മാരും ശുശ്രൂഷകരും പോയിട്ടുണ്ട്. അവിടെ തന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഗ്രൂപ്പുകളും ആത്മായ ലീഡേഴ്സുമുണ്ട് എന്നുള്ളതും ഒരു സന്തോഷകരമായ കാര്യമാണ്. ഒട്ടായച്ചൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട സോജിയച്ചൻ അവിടെ നാളുകളായിട്ട് അവിടെയുള്ള വിശ്വാസികളെ ഒരുക്കി ഏകദിന പ്രാർത്ഥനയൊക്കെ നടത്തിയ ഒരു പാരമ്പര്യവും അവിടെ നന്നായിട്ടുണ്ട്. അങ്ങനെ അനേക വർഷങ്ങൾ നമ്മൾ
പല ഇടവകകളിൽ സുവിശേഷ വേല ചെയ്ത ശേഷമാണ് ഒരു സമ്മാനം എന്നോണം അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് നമുക്ക് കെൻറ്റ് എന്ന സ്ഥലത്ത്, റാംസ്ഗേറ്റ് എന്ന സ്ഥലത്ത് ഒരു ബെനഡിക്റ്റൈൻ മോണസ്ട്രി 200 കൊല്ലം പഴക്കമുള്ളതാണ്. നല്ല ഉറപ്പുള്ള കെട്ടിടമാണ്. എങ്കിലും അവിടെ സന്യാസികൾ ഇല്ലാതായ ഒരു സാഹചര്യം, അല്ലെങ്കിൽ എണ്ണം കുറഞ്ഞു പോയി. ഉള്ളവർ വൃദ്ധരാണ്, പുതിയ ആൾക്കാർ വരുന്നില്ല. അപ്പോൾ അവർ ആ കെട്ടിടം കുറേ നാളായിട്ട് വിൽക്കാനിട്ടു, ആരും മേടിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അൽമായ സഹോദരങ്ങൾ ഈ മോണസ്ട്രി വിൽക്കാനിട്ടിരിക്കുന്ന കാര്യം അറിഞ്ഞ് അവിടെ ചെന്ന് വില ചോദിക്കുന്നതും വളരെ കുറഞ്ഞ ഒരു വിലയ്ക്കെന്നോണം നമുക്ക് കിട്ടുകയും ചെയ്തു. കടമായിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അതടച്ച് ആ സ്ഥലം നമ്മൾ സ്വന്തമാക്കി. അതിൻ്റെ ആദ്യത്തെ ഡയറക്ടറായിട്ട് പനക്കിലച്ചൻ ചാർജ് എടുത്തു. സഹായിക്കാനായിട്ട് ജോസഫ് എടാട്ടച്ചൻ, യൗവനക്കാരനായ ജോസഫ് എടാട്ടച്ചൻ, 2 അച്ഛന്മാരാണ് അവിടെ ഉള്ളത്. ആദ്യകാലത്ത് ഒന്നുമില്ലായ്മയിൽ നിന്നാണ് എല്ലാ ധ്യാനമന്ദിരങ്ങളും തുടങ്ങുന്നത്. ഇവിടെ ഒരു കെട്ടിടമെങ്കിലും ഉണ്ടായിരുന്നു, നല്ലൊരു കെട്ടിടം, ഉറപ്പുള്ള കെട്ടിടം. പക്ഷേ അതിൻ്റെ മിനുക്ക് പണികളും എല്ലാം നടത്തുന്നതിന് കൗണ്ടിയുടെ പ്രത്യേക അനുവാദം കൂടാതെ പറ്റിയില്ല. കാരണം വളരെ പുരാതനമായ കെട്ടിടം എന്ന നിലയിൽ അതെല്ലാം അതുപോലെ തന്നെ സൂക്ഷിക്കണമെന്ന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും അതിൻ്റെ അത്യാവശ്യം ചെയ്യേണ്ട നവീകരണങ്ങളൊക്കെ ചെയ്ത് അവിടെ മാസത്തിൽ 2 ധ്യാനം, മലയാളം ധ്യാനവും ഇംഗ്ലീഷ് ധ്യാനവും, പിന്നെ ഇംഗ്ലീഷ് ഏകദിനവും മലയാളം ഏകദിനവും, അങ്ങനെ ഒരു 2-3 കൊല്ലങ്ങൾ കൊണ്ട് വളരെ ജനശ്രദ്ധ ആകർഷിച്ച ഒരു സെൻറ്ററിലേക്കാണ് ഞങ്ങൾ പോയത്. ഇതിനു മുമ്പാണെങ്കിൽ പല സ്ഥലത്ത് ഞങ്ങൾ പ്രോഗ്രാം എടുക്കുമായിരുന്നു. എന്നാൽ നമുക്കൊരു സെൻറ്റർ ആയതുകൊണ്ട് ആ സെൻറ്ററുമായിട്ട് കേന്ദ്രീകരിച്ച് മാത്രമേ നമ്മളിപ്പോൾ പ്രോഗ്രാം എടുക്കാറുള്ളൂ. ഏതാണ്ട് 2 ആഴ്ചയാണ് ഞങ്ങൾ UK ചെലവഴിച്ചത്. നല്ല ഒരുക്കപ്പെട്ട ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ 2 അച്ഛന്മാരും ശുശ്രൂഷ സ്ഥിരം ചെയ്യുന്ന സ്ഥലം എന്ന നിലയിൽ അവിടുത്തെ പ്രത്യേകത, വളരെ ദൂരെ നിന്ന് വേണം കുറേ ആൾക്കാർക്കൊക്കെ വരാനായിട്ട്. അതിനാൽ തന്നെ നമ്മൾ പ്രത്യേകം ഓർഗനൈസ് ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ വരിക. ഞങ്ങൾ ചെല്ലുമ്പോൾ 2 ഏകദിനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് മലയാളികൾക്ക്, ഒന്ന് ഇംഗ്ലീഷുകാർക്ക്. 2ഉം 1000-ൽ പരം പേര് അതിൽ സംബന്ധിക്കാൻ വന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛാ, അവിടെ നിലവിലുണ്ടായിരുന്ന ഒരു ബെനഡിക്റ്റൈൻ ആശ്രമം ഇല്ലാതായി. അത് അച്ഛന്മാരുടെ കുറവ് കൊണ്ടാണെന്ന് പറഞ്ഞല്ലോ. ന്യായമായും അച്ഛന്മാരുടെ കുറവ് എന്നത് ഒരുപക്ഷെ വിശ്വാസികളുടെയും കുറവായി ആ ദേശത്ത് അനുഭവപ്പെടുന്നുണ്ടോ? അങ്ങനെ ഒരു മൊണസ്ട്രി പോലും പൂട്ടപ്പെടേണ്ട വിധം വിശ്വാസികളുടെയും ഒക്കെ കുറവുള്ളൊരു ദേശത്ത് ഇപ്പോൾ വളരെ ഭംഗിയായി ഇംഗ്ലീഷുകാരും മലയാളികളും എല്ലാം ഉൾപ്പെട്ട ഒരു ആധ്യാത്മിക സമൂഹം രൂപപ്പെട്ടു എന്നത്, അതെങ്ങനെയാണ് ആ വേർതിരിവ് സംഭവിക്കുന്നത്? യൂറോപ്യൻ രാജ്യങ്ങളിൽ പൊതുവെ പറയുമ്പോൾ ഇതുപോലെ നമ്മുടെ നാട്ടിലുള്ളതുപോലെ പരിശുദ്ധാത്മാഭിഷേക ശുശ്രൂഷകൾ ഇപ്പോൾ അധികമില്ല. ഒരുപക്ഷെ കരിസ്മാറ്റിക് ധ്യാനം ആരംഭിക്കുന്ന കാലഘട്ടങ്ങളിൽ 1966 അമേരിക്കയിൽ ഡൂക്കെയിൻ യൂണിവേഴ്സിറ്റിയിൽ ഏതാനും അൽമായരും സ്റ്റുഡൻസും അധ്യാപകരും ചേർന്ന് പ്രാർത്ഥിച്ച വേളയിൽ അപ്പസ്തോല പ്രവർത്തനങ്ങൾ പഠിക്കുന്ന അവസരത്തിൽ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് അനേകം പേരുടെ ജീവിതത്തെ നവീകരിച്ചു. അതൊരു വളരെ തീ പോലെ അമേരിക്കയിലും ചുറ്റുമുള്ള രാജ്യങ്ങളിലെല്ലാം പടർന്നു. യൂറോപ്യൻ രാജ്യങ്ങളിലും അത് എത്തിച്ചേർന്നു. ആദ്യകാലത്ത് നല്ല സ്വീകാര്യതയും ധാരാളം പേര് ആ ശുശ്രൂഷയിൽ പങ്കാളികളുമായി. പിൽക്കാലത്ത് അതിൻ്റെ സ്വാധീനം എങ്ങനെയോ കുറയാനും ആളുകളുടെ എണ്ണം കുറയാനും തുടങ്ങി. ഈ കാലഘട്ടത്തിലാണ് നമ്മളെ കർത്താവ് പോട്ടയിലെ ഒരു പുതിയ ശുശ്രൂഷയുടെ വെളിപ്പെടുത്തൽ നൽകി ഇന്ത്യക്ക് പുറത്തേക്കൊക്കെ അയക്കുന്ന അത് തുടങ്ങിയത്. പുതിയ ശുശ്രൂഷയ്ക്കുള്ള അടിസ്ഥാനപരമായ ഒരു കാഴ്ചപ്പാട് നമ്മൾക്ക് ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-20 യേശുവിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ലക്ഷ്യം വിശദീകരിക്കുന്ന ഒരു ഭാഗമാണല്ലോ. ഈശോ പറഞ്ഞു, യെശയ്യാ പ്രവാചകനെ ഉദ്ധരിച്ചുകൊണ്ട്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ എന്നെ അയച്ചിരിക്കുന്നു, അന്ധർക്ക് കാഴ്ച, ബന്ധിതർക്ക് മോചനം,
അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യമായ വത്സരം, ഇത് പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നു. അപ്പോൾ തകർച്ചയിൽപ്പെട്ടവർക്കുള്ള സുവിശേഷം, എന്ത് സുവിശേഷമാണ് നമ്മൾ പ്രസംഗിക്കുക? അത് അനുഗ്രഹമായി പരിണമിക്കുക. തകർച്ചയിൽപ്പെട്ടവരോട് നമ്മൾ പറയുവാൻ നമ്മളെ പരിശുദ്ധാത്മാവ് പരിശീലിപ്പിച്ച ഒരു സുവിശേഷമാണ്. തകർച്ച മാറാൻ പ്രാർത്ഥിക്കുകയല്ല, കുരിശുകൾ നീങ്ങിപ്പോകാൻ പ്രാർത്ഥിക്കുകയല്ല, പ്രത്യുത തകർച്ചകളെ പ്രതി, സഹനങ്ങളെ പ്രതി ദൈവത്തെ സ്തുതിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുക. ഇതുപോലെ തകർച്ചയുള്ള അനേക ആയിരങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുക. അവരും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയട്ടെ, അവർക്കും സൗഖ്യവും ബന്ധനങ്ങളിൽ നിന്ന് വിടുതലും ലഭിക്കട്ടെ. ഇത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്ന ഒരു പ്രാർത്ഥനയും കർത്താവിൻ്റെ നിയോഗപ്രകാരമുള്ള പ്രബോധനവും ആയതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ഫലം പുറപ്പെടുവിക്കാൻ തുടങ്ങി. തകർച്ചകളെ പ്രതി പരാതിപ്പെടാതെ, കുറ്റം വിധിക്കാതെ, മറ്റുള്ളവരെ കുറ്റം വിധിക്കാതെ, തകർച്ച അനുവദിക്കുന്ന ദൈവത്തിന്, കുരിശുകൾ അനുവദിക്കുന്ന ദൈവത്തിന് നന്ദിയും സ്തുതിയും പറയുന്ന വ്യക്തികൾക്ക് ആന്തരിക സൗഖ്യവും സമാധാനവും സന്തോഷവും ആശ്വാസവും ലഭിക്കുന്നു. അവർ ഉത്സാഹത്തോടെ മറ്റനേകായിരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്നു. വളരെ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഈ വെളിപ്പെടുത്തൽ അനേകായിരങ്ങളെ, പതിനായിരങ്ങളെ സ്പർശിക്കുവാനും അവർക്ക് ഉണർവ് കൊടുക്കുവാനും അവർ ഇങ്ങനെ മധ്യസ്ഥം വഹിക്കുന്ന നമ്മുടെ സെൻ്ററുകളിലേക്ക് വരുവാനും ദൈവം ഇടവരുത്തി. ഈ സുവിശേഷം യൂറോപ്യൻ രാജ്യത്തിനും എല്ലാ രാജ്യങ്ങൾക്കും ആവശ്യമാണ്. തകർന്ന വ്യക്തികൾ അവിടെയും ഇങ്ങനെയായിരിക്കും പ്രാർത്ഥിക്കുന്നത്, എങ്ങനെയെങ്കിലും ഈ തകർച്ച മാറ്റിത്തരണേ, ഈ കുരിശ് മാറ്റിത്തരണേ. യേശു ക്രിസ്തു പ്രാർത്ഥിച്ചിട്ട് പിതാവ് കുരിശ് മാറ്റിക്കൊടുത്തില്ല, ശക്തിപ്പെടുത്താൻ ഒരു മാലാഖയെ അയച്ചുള്ളൂ. സഹനം ദൈവത്തിൻ്റെ പദ്ധതിയിൽ അനുവദിക്കുന്നത് ഒന്ന് നമ്മുടെ വിശുദ്ധീകരണം, നമ്മുടെ ആഴപ്പെടൽ, ക്രിസ്തീയമായ ആഴപ്പെടൽ. നമ്മൾ പ്രേക്ഷിതരായി നമ്മളെ തന്നെ കണ്ടെത്തണം, നമ്മളെ തന്നെ മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്കും മറ്റു ശുശ്രൂഷകൾക്കും നമ്മളെ തന്നെ സമർപ്പിക്കണം. ഈ ലക്ഷ്യത്തിലേക്ക് വരുമ്പോഴാണ് ദൈവം നമ്മിൽ പ്രസാദിക്കുന്നത്, യേശുവിൻ്റെ ജീവിതത്തോട് നമ്മൾ താതാത്മ്യപ്പെടുന്നത്. ഇങ്ങനെയുള്ള ആ സുവിശേഷ ആഭിമുഖ്യത്തിലേക്ക്, അനുഭവത്തിലേക്ക് നമുക്ക് വരണമെങ്കിൽ ലൂക്ക 11:9-3 പറഞ്ഞിരിക്കുന്ന അനുഭവം നമ്മുടെ സ്വന്തമാകണം. ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും. സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ കൊടുക്കും. വാസ്തവത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവ് നിറയാനാണ്. ബലഹീനരായ, വിദ്യാഭ്യാസ വിഹീനരായ 12 ശിഷ്യന്മാരിൽ ഒന്നിനും ലോക പ്രകാരം ഒരു നന്മ ചെയ്യാൻ ശക്തിയില്ലാത്തവരായ അവർ പെട്ടെന്ന് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷയ്ക്ക് യോഗ്യരായത് അവരിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോഴാണ്. ഇന്ന് ലോകത്തോട് പ്രഘോഷിക്കേണ്ട ഒരു വലിയ സുവിശേഷം, ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, പരിശുദ്ധാത്മാവിനെ കിട്ടും. നിങ്ങൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവർക്കും പരിശുദ്ധാത്മാവിനെ കിട്ടും. ഇത് ദൈവത്തിൻ്റെ തിരുമനസ്സാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. കാരണം ദൈവം ആത്മാവാണ്. ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാവരും, തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് നിറയണമെന്നാണ്. ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് നിറയുവാൻ നമ്മൾ ആഹ്വാനം ചെയ്യുമ്പോൾ, വചനം പ്രഘോഷിക്കുമ്പോൾ ദൈവം കേൾക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നു, അത്ഭുത രോഗശാന്തി കൊടുക്കുന്നു, ആന്തരിക സൗഖ്യം കൊടുക്കുന്നു. ഈ അനുഭവം അനേകം അവർ സാക്ഷ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മളെ അയക്കുന്നത് ഈ സുവിശേഷം വേണ്ടവണ്ണം കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ മറന്നു കളഞ്ഞ രാജ്യങ്ങളിലേക്കാണ്. ഈ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം, യേശു ഏകരക്ഷകൻ, യേശു ലോകരക്ഷകൻ, യേശു ജീവിക്കുന്ന ദൈവം, ദൈവത്തിൻ്റെ ഏകപുത്രൻ, ഇത് നമ്മൾ പ്രഘോഷിക്കുമ്പോൾ പിതാവായ ദൈവം പ്രഘോഷിക്കുന്നവരുടെ മേലും കേൾക്കുന്നവരുടെ മേലും പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നതുകൊണ്ട് വലിയ ഉണർവുണ്ടാകുന്നു.
ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരങ്ങൾ. നമ്മുടെ ശാരീരികമായ നമ്മുടെ പാദങ്ങളിലേക്ക് നോക്കിയാൽ വചനം പ്രസംഗിക്കുന്ന എൻ്റെയും അച്ഛൻ്റെയും പാദങ്ങൾ അത്ര വലിയ സുന്ദരങ്ങളായിരിക്കണം എന്നില്ല. പലപ്പോൾ രോഗ പീഡകൾ പോലും അവിടെ കാണാം. എന്നാൽ ദൈവദൃഷ്ടിയിൽ ആ പാദങ്ങൾ സുന്ദരങ്ങളാണ്. ആ പാദങ്ങൾ ഓരോ രാജ്യത്തും കാലുകുത്തണമെന്ന് അവിടെയുള്ള ജനങ്ങൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വീട്ടിലൊന്ന് വരണം, ഒന്ന് പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ സമൂഹത്തിലേക്കൊന്ന് വരണം. ആൾക്കാർ ഇങ്ങനെ ആവശ്യപ്പെടുന്നതിൻ്റെ കാരണം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വചനം അവർക്ക് വേണ്ടി പങ്കുവെച്ചു കൊടുക്കും. ദൈവവചനം, ആന്തരിക സൗഖ്യം നൽകുന്ന വചനം, പ്രത്യാശ നൽകുന്ന വചനം, ദൈവസ്നേഹം നിറയുന്ന വചനം, ക്ഷമിക്കാൻ ശക്തി പകരുന്ന വചനം, മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന, പരസ്നേഹത്തിൽ വളർത്തുന്ന വചനം, ഇതെല്ലാം നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ വ്യക്തികളും കുടുംബങ്ങളും നവീകരിക്കപ്പെടണമെന്നുള്ളത് ദൈവത്തിൻ്റെ തിരുമനസ്സാണ്. ഈ തെരഞ്ഞെടുപ്പ്, ഈ അഭിഷേകം, പ്രത്യാശയുടെ വചനം, സന്തോഷ വചനം പങ്കുവെച്ചു കൊടുക്കാനുള്ള നമ്മുടെ ദൈവവിളി, ഇത് കണ്ടും കേട്ടുമാണ് ജനങ്ങൾ നമ്മളെ വീണ്ടും വീണ്ടും ധ്യാനത്തിന് ക്ഷണിക്കുക, അവർ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക. കുടുംബത്തിൻ്റെ മഹാത്മ്യം ഉയർത്തിപ്പിടിക്കാൻ മലയാളികളെ UK അയച്ചിരിക്കുന്ന ദൈവപദ്ധതി ആണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി നമുക്ക് ഈ ശുശ്രൂഷയിലൂടെ ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കായി ആരാധനയിലേക്ക് പ്രവേശിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം ജീവന്റെ അപ്പമാം യേശുവിനെ. ആരാധിക്കാം, നമുക്കാരാധിക്കാം ജീവന്റെ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും അനുഗ്രഹിക്കുക. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 ആ യേശുവിന്റെ നാമത്തിലാണ് പരിശുദ്ധാത്മാവ് വിവിധ ത്വക്ക് രോഗങ്ങൾക്ക് അടിമപ്പെട്ട 163 പേരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതൊരു വലിയ സംഖ്യ അല്ലേ എന്ന് ചിലപ്പോൾ ചിലർ ചിന്തിക്കും. വലിയ ഹല്ലേലൂയ. തെറ്റായ സ്നേഹബന്ധത്തിൽ കഴിയുന്ന അനേകരുടെ മ്ലേച്ഛമായ ചിന്താഗതികളും മനോഭാവങ്ങളും കർത്താവ് മാറ്റുന്നു, നവീകരിക്കുന്നു, വിശുദ്ധീകരിക്കുന്നു. അനേകം പേർക്ക് ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ നൽകുന്നു. ഹല്ലേലൂയ. 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 ഹൃദയത്തിന് ബൈപ്പാസ് സർജറി വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെ അത്ഭുതകരമായി ഈശോ സുഖപ്പെടുത്തുന്നു. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 ദൈവത്തിന്റെ സ്നേഹത്തിനോ കരുണയ്ക്കോ ആരും അതിർ വരമ്പ് വെക്കരുത്. നമ്മളെപ്പോലെ ഒരു ചെറിയ വ്യക്തിയായി ദൈവത്തെ ചിന്തിക്കരുത്. ദൈവം അനന്ത സ്നേഹമാണ്, അനന്തകരുണയാണ്, അനന്ത നന്മയാണ്. ആയിരങ്ങളെയും പതിനായിരങ്ങളെയും ജനലക്ഷങ്ങളെയും നമ്മുടെ പ്രാർത്ഥനയിലൂടെ അനുഗ്രഹിക്കുവാൻ കാത്തിരിക്കുന്ന ദൈവമാണ്. കണ്ണിന് മൂടല്, കണ്ണിൽ അലർജി രോഗങ്ങൾ ഇവയുള്ള 172 പേരെ ഈശോ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് കൈകൾ ഉയർത്തി അവിടത്തേക്ക് നന്ദി പറയാം, അവിടുത്തെ സ്തുതിക്കാം. വൻ കാര്യങ്ങൾ ലോകം മുഴുവനിലേക്കും വൻ കരുണകൾ വർഷിക്കുന്ന നമ്മുടെ നല്ല ഈശോയ്ക്ക് നന്ദി പറയാം. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ ആരാധന. യേശുവേ അങ്ങേക്ക് മഹത്വം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് തല വണങ്ങി നിൽക്കാം. തിരുവോസ്തിയിൽ സ്വർഗീയ മന്നയായിറങ്ങി വരുന്നു ദൈവം. ആരാധിക്കാം, നമുക്കാരാധിക്കാം ജീവന്റെ അപ്പമാം യേശുവിനെ. ആരാധിക്കാം, നമുക്കാരാധിക്കാം ജീവന്റെ അപ്പമാം യേശുവിനെ. ആത്മാവിൻ്റെ വെളിപ്പെടുത്തലുകൾ ഇവിടെ പൂർത്തിയാകുന്നു. അടുത്തയാഴ്ച വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. കൂടുതൽ ഈ യാത്രാനുഭവങ്ങളുടെ വിപുലമായ കാര്യങ്ങളും അതുവഴിയുള്ള വെളിപ്പെടുത്തലുകളും ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നന്ദി.
ആത്മാവിൻ വെളിപ്പെടുത്തലുകൾ, ആത്മാവിൻ വെളിപ്പെടുത്തലുകൾ, യേശുവിൻ ആത്മാ